എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് വ്യത്യാസമുള്ള ഒരു ടേസ്റ്റി മട്ടൻ കറിയാണ്. കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു 250 ഗ്രാം മട്ടൺ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കറിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 15 ചെറിയ ഉള്ളി, സവോള ഇവിടെ 1.5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് കൂടുതൽ സവോള ഉപയോഗിക്കാം. വെളുത്തുള്ളി 1 മുഴുവൻ, 2 കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്. ഉരുളക്കിഴങ്ങ് ഇവിടെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ തൊലി കളയാതെ നല്ലോണം കഴുകിയിട്ട് മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. മുറിച്ചെടുത്ത ഉരുളക്കിഴങ്ങിന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇവിടെ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട്. ഇതിന് പകുതി വേവിൽ വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇറച്ചിയുടെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ആ ഇറച്ചിയുടെ ടേസ്റ്റ് നന്നായിട്ട് പിടിച്ചു വരും. ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കൂട്ടുകളെല്ലാം ഇനി വഴറ്റിയെടുക്കാം. സാധാരണ നമ്മൾ കറിയൊക്കെ വെക്കാൻ എടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ എണ്ണ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മസാലകൾ ഉപയോഗിച്ച് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ കറി ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് മസാലകൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് കൂടുതലോ കുറച്ചോ എടുക്കാം. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് എടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മട്ടൺ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂട്ടുകളൊക്കെ വഴന്നു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കൂട്ടുകളൊക്കെ നന്നായി വഴന്നു വരുമ്പോഴേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. പൊടികളൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ മുറിച്ച് ചേർക്കാം. തക്കാളി ചേർക്കുന്നത് ഗ്രേവിക്ക് വേണ്ടിയാണ്. തക്കാളിയുടെ അകത്തുള്ള ആ പുളിയുള്ള ഭാഗം ഇവിടെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. കൂട്ടുകളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇവിടെ മട്ടൻ്റെ പീസ് സാധാരണയൊക്കെ നമ്മൾ കറി വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മട്ടണ് വേവ് കൂടുതലായതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഈ സമയത്ത് ഇറച്ചി കുക്കറിലോട്ട് മാറ്റി വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗം നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഗ്യാസും ലാഭിക്കാം. അടുത്ത പ്രാവശ്യം നിങ്ങൾ മട്ടൺ മേടിക്കുമ്പോൾ ഇതുപോലെയൊന്ന് കറി ഉണ്ടാക്കി നോക്കണം. വെളുത്ത ചോറിനും ചപ്പാത്തിക്കും ഈ കറി നല്ല ഒരു കോമ്പിനേഷനാണ്. ഇറച്ചി ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.